ആശംസകൾ. ഈ കമ്മിറ്റി തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. നിങ്ങളെല്ലാവരും വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് നന്ദി. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജെറിൻ, മോളിച്ചൻ, കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും വളരെ വേഗം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മലയാളം ശരിയാവുന്നില്ല, ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇപ്പൊ ഈ വർഷം എല്ലാ പ്രോഗ്രാമും നന്നായി നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങള് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് അതിന് വേണം. അതുപോലെ കഴിഞ്ഞ പ്രോഗ്രാമിലെ എല്ലാ പോസിറ്റീവ് സാധനങ്ങളും എടുത്തിട്ട് ഞങ്ങള് വിൽ ട്രൈ ടു മേക്ക് അവർ ബെസ്റ്റ് in giving you a nice community feeling. അല്ലെ, കർത്താവിനെ തിരിച്ചറിഞ്ഞ് ഒരു പുതു ചൈതന്യത്തോട് 2026 കയറിയിരിക്കുകയാണ്. ഞാനും അങ്ങനൊക്കെ തന്നെ തീരുമാനിച്ചാൽ കയറിയപ്പോഴേക്കും തുടക്കത്തിൽ തന്നെ പനി വന്ന ടീമായി പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ക്രാഫ്റ്റ് ഒക്കെ എടുത്തങ്ങ് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മള് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഈ വർഷത്തിന്റെ അവസാനത്തെ ക്രിസ്മസ് ആഘോഷമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാൻ കാരണം, മറ്റൊന്നുകൊണ്ട് ആഘോഷങ്ങള് എല്ലാം നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ ഷെയറിങ്ങുകൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരിയേറെ കൂട്ടായ്മകൾ സംഭവിക്കുന്നുണ്ട്, ഒത്തിരിയേറെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലുകളോടെ സംഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആഘോഷങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കും. ഒരു കഥ ഇതുപോലെ ഇതൊരു കൂട്ടായ്മ, ഒരു ഫാമിലി, ഇതുപോലെ ഒരു നല്ലൊരു മെഡിക്കൽ കൊച്ചിന്റെ നിങ്ങളുടെ എക്സ്പ്രഷൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവളെ പോയിന്റ് ചെയ്തേ. മോളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി എല്ലാരും അറിയാവുന്നവരെല്ലാം വിളിച്ചു. അപ്പം കുഞ്ഞിനെ ആഘോഷങ്ങളുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കിടന്ന് കരയുകയും ബഹളം ഉണ്ടാക്കാതിരിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞിനെ ഒരു തൊട്ടിയിൽ കിണ്ടർവാനി കിടത്തി ഉറക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ടിലെ ഹാളിൽ തന്നെ കുഞ്ഞിനെ കിടത്തി ഉറക്കി. എന്നിട്ട് അവർ ഗസ്റ്റിനെ എല്ലാം സ്വീകരിക്കുന്നു. കടന്നു വരുന്ന ഗസ്റ്റുകളൊക്കെ പേരൻസിന്റെ കയ്യിൽ, കുഞ്ഞിന്റെ കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ, സമ്മാനമൊക്കെ പേരൻസിന്റെ കൈ കൊടുക്കുന്നു. പേരൻസ് അങ്ങനെ ആഘോഷങ്ങളെല്ലാം റെഡിയാക്കുന്നു. ഗസ്റ്റിനെ സ്വീകരിച്ച് സീറ്റ് കാണിച്ചു കൊടുക്കുന്നു. പുരുഷാണെങ്കിൽ പുരുഷ കൊടുക്കുന്നു, ഡെക്കറേഷൻസ് ചെയ്യുന്നു, സ്വയം ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തവർ റെഡിയായിട്ട് വരുന്നു. അവസാനം കേക്ക് മുറിക്കാനുള്ള സമയമായപ്പോഴാണ് ആരോ ചോദിച്ചു, കുട്ടി എവിടെ, ബർത്ത്ഡേ ബേബി എവിടെ? ബർത്ത്ഡേ ബേബി. അപ്പോഴാണ് അവര് ശരിയാണല്ലോ, ആഘോഷം ബർത്ത്ഡേ ബേബി ഇല്ലാതെ നടക്കില്ലല്ലോ. ഉടനെ അവർ അന്വേഷിച്ചപ്പം പേരൻസിന് മനസ്സിലായില്ല, ഞങ്ങൾ അവന് സുരക്ഷിതമായിട്ട് കിണ്ടർവാനെ കിടത്തി ഉറക്കിയിരുന്നു. അവർ ഓടി അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും കാണുന്നത്, നമ്മൾ കയറി വന്നപ്പോ നമ്മുടെ ഞാക്കറ്റൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ എല്ലാവരും കൊണ്ടുവന്ന് അവിടെ ഞാക്കറ്റും അവിടെ പുള്ളവർ എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു ആ സൈഡിലുള്ള ഹാങ്ങിൽ. പക്ഷെ ഭാരം കൂടി വെയിറ്റ് കൊണ്ട് അത് മറിഞ്ഞ് കുട്ടിയുടെ മുകളിലേക്കാണ് വന്ന് വീണത്. കുട്ടി അവിടെ കിടന്ന് സഫോക്കേറ്റ് ചെയ്യുക. ദൈവാനുഗ്രഹം കൊണ്ട് അത് വേദനാജനകമായതൊന്നും സംഭവിക്കാണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. നമ്മളിവിടെ ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതം, കൂടെ ക്രിസ്തു ഉണ്ടോ ഇപ്പോഴും? അതാ നമ്മൾ 25-ാം തീയതി മുതൽ, ഈ ഡിസംബർ 1 മുതൽ നമ്മൾ ഒരുക്കിക്കൊണ്ടിരുന്നു. 25-ാം തീയതി അത് ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. 1-ാം തീയതി 1-ാം തീയതി 25-ാം തീയതി ഒത്തിരി പുതിയ നല്ല തീരുമാനങ്ങളോട് കൂടെയുള്ള ആഘോഷം ഒത്തിരി കഴിഞ്ഞതാണ്. അപ്പോ ഇന്ന് ഈ നിമിഷം ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. അല്ലെങ്കിൽ ഈ ജനുവരിയിൽ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുന്ന നല്ലൊരു വിചിന്തനത്തിന് നല്ലൊരു അവസരം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മോട് തന്നെ ആ സ്നേഹം കാണിക്കുമ്പോൾ സമൂഹത്തിലേക്ക് പോകും. ക്രിസ്തുവിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം, ക്രിസ്തുവിൽ നിന്ന്, എന്റെ ഉണ്ണിയേശുവിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം സ്വന്തമാക്കിക്കൊണ്ട് ഈ വർഷത്തേക്ക് മുന്നോട്ട് പോകുവാനായിട്ട്
OC മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ അവരെ ഒന്ന് എൻഗേജ് ചെയ്യാനായിട്ട് നമ്മളൊരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം പുതിയതായിട്ട്. അതായത് ടൈനി ടാലൻസ് എന്ന് പറയും. ബേസിക്കലി അവരൊരു സാന്റാ ഒന്നും കിട്ടാത്തവരുടെ ആയോ? 72 72 88 8 3 പത്താക്ക് നോച്ചാ പത്താക്ക് അപ്പൊ ഒന്നാമത് ഒരു തരം
സന്തുഷ്ടമായിട്ട് കഴിയുമെന്നാണ് അറിവ്. പിന്നെ അദ്ദേഹത്തിന്റെ മാതാവിനും ചികിത്സ സംബന്ധമായിട്ട് നല്ലൊരു ചിലവുണ്ട്. ഈ ആള് കൈനകരിക്കാരനാണ്. കൈനകേരി കത്തോലിക്കപ്പള്ളി ഇടവാംഗമാണ്. അപ്പൊ അവിടെ പുള്ളിക്ക് വീടൊന്നുമില്ലാഞ്ഞ കാരണം ആ പള്ളിക്കാരൊരു വീടിന് സ്ഥലം സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെ അവിടുത്തെ നാട്ടുകാരും മറ്റ് ആൾക്കാരും കൂടെ കൂടി ആ വീട് പണിയിപ്പിച്ച് എന്റെ വീടിനടുത്ത് വില കുറഞ്ഞൊരു സ്ഥലം കിട്ടി അവിടെ പണിയിപ്പിച്ച് അവിടെ കഴിയുകയാണ്. അപ്പം ഈ കൊച്ച് 10ാം ക്ലാസ്സിലും A+ ആയിരുന്നു. 12ലും A+ 99% മാർക്ക് വാങ്ങിച്ച് ഇപ്പൊ ഇതുപോലെ കൊച്ചിനെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാനായിട്ട് യാതൊരു രക്ഷയില്ല. എങ്ങനെയും നിങ്ങൾ അവിടെയുള്ള ആൾക്കാരൊന്ന് സഹായിക്കാൻ ഒന്ന് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ഞാൻ അതിന്റെ അഡ്രസ്സ് തരാം. ചാരിറ്റിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് നടത്തുകയാണെങ്കിൽ അവർക്ക് സമ്മതവുമാണെങ്കിൽ, ഇപ്പം മുൻ വർഷങ്ങളിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇപ്രാവശ്യം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരുടെ മൊത്ത തീരുമാനം അനുസരിച്ച് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഞാൻ അതിനകത്ത് പ്രയത്നിക്കാമെന്ന് പറഞ്ഞു. അവര് എനിക്ക് ഇന്ന് ഒരു എഴുത്ത് വിട്ടിട്ടുണ്ട്. കാത്തിരുന്നു നല്ലൊരു പൊയ്കയില ജീവന്റെ പാതയിൽ കരുണ താലോലമാറ്റി താലിച്ചു മാറും കൃപയുന്നു. ജീവന്റെ പാതയിൽ താലോലമാറ്റി താലിച്ചിടാറ് കൃപയുന്നു. പ്രബല സ്നേഹത്തിൽ പ്രബല സ്നേഹത്തിൽ കാത്തിരുന്നു കാതോടും കേട്ടിരുന്നു ദൈവവിട്ടും കിടക്കുമല്ലോ. കാതോടും കേട്ടിരുന്നു ദൈവവിട്ടും
പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. വീണ്ടും പുതിയ സന്തോഷം നിങ്ങളോടെ അറിയിക്കാൻ സാധിച്ചത് പുതിയ ഗാനങ്ങളും പുതിയ ഡാൻസുകളും നിങ്ങളിൽ പ്രകടനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. സമയം ഒത്തിരി ആയിരിക്കുന്നു. അത് കാരണം കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്ന് ആ നെഞ്ചോട് ചേർത്തുന്ന സ്നേഹം